വളരെയധികം സന്തോഷം തോന്നുന്നു. എന്താ പറയാൻ വാക്കുകളില്ല. ഒരുപാട് ആളുകൾ സംസാരിച്ചു, ഒരുപാട് ലീഡേഴ്സിന്റെ സംസാരങ്ങൾ നിങ്ങൾ കേട്ടു. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കയറിയ സമയത്ത് എന്താ എനർജി കുറഞ്ഞോ? എന്റെ പേര് പറഞ്ഞു. പേര് ആയിഷയാണ്. വണ്ടൂര് ചെറുകോട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് എത്തിയിട്ടുള്ളത്. ആദ്യമായിട്ട് എനിക്ക് ഈ ഒരു അവസരത്തിൽ എത്തിച്ച സർവശക്തനായ അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു, അൽഹംദുലില്ലാ. രണ്ടാമതായിട്ട് നിങ്ങളെയൊക്കെ പോലെ തന്നെ പല ആളുകളുടെയും ലിസ്റ്റിലാണ് നമ്മൾ ഓരോരുത്തരും വരിക. എന്റെ മെന്ററായിട്ടുള്ള, ഞാൻ ഈ ഒരു അവസരം തുടങ്ങാൻ കാരണക്കാരനായിട്ടുള്ള എന്റെ ഗ്രേറ്റ് ലീഡർ, എന്റെ മെന്ററുടെ അഭാവത്തിൽ ഞാൻ അദ്ദേഹത്തിനും കുടുംബത്തിനും വേണ്ടി നന്ദി അറിയിക്കുകയാണ്. നിഷാൻ സാർ മഞ്ചേരിക്ക് വേണ്ടി നല്ല കൈയടി കൊടുക്കും. എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളത്, പുതിയതായിട്ട് ഇന്ന് ഈ ഹോളിൽ എത്തിയിട്ടുള്ള എത്ര പേരുണ്ട് ഒന്ന് കൈപ്പൊക്കി കാണിക്കാവോ? ഓക്കെ, നല്ലൊരു കൈയടി വേണ്ടി ചോദിക്കാം. ഇവരോടാണ് എനിക്ക് പറയാനുള്ളത്. 6 വർഷം മുന്നേ, 6.5 വർഷമായി ഞാൻ ഈ ഒരു മേഖല സ്റ്റാർട്ട് ചെയ്തിട്ട്. 6.5 വർഷം മുന്നേ ഈ ഒരു മേഖല സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങൾ ഇന്ന് കേൾക്കുന്ന പോലെ, നിങ്ങൾ ഇന്ന് ഇവിടെ ഒരുപാട് പ്ലാനും കാര്യങ്ങളും ഒക്കെ വ്യക്തമായിട്ട് നിങ്ങളുടെയൊക്കെ ഗ്രേറ്റ് ലീഡറും മെന്ററും കൂടി ആയിട്ടുള്ള നിങ്ങളുടെ ഇസ്മായിൽ സാറ് വ്യക്തമായി പറഞ്ഞു. അദ്ദേഹത്തെ നല്ല കൈയ്യടി കൊടുക്കാം. 2,10,000 എന്ന് കേട്ട സമയത്ത് പിന്തിരിഞ്ഞ് ഓടാൻ നിന്ന വ്യക്തിയാണ്. ഒരിക്കലും അതിലൊരു വിശ്വാസമില്ലാതെ 1000 രൂപ ആഴ്ച വരുമാനം കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ ഈ ഒരു മേഖലയിൽ. നിങ്ങൾക്കിപ്പോ ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ ഇപ്പൊ ആളുകൾക്ക് കൊടുക്കാൻ കഴിയുമോ? ഇത് ജനങ്ങൾ ഉപയോഗിക്കുമോ? ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഉള്ളിലേക്ക് കഴിക്കേണ്ട പ്രോഡക്റ്റ് അല്ലേ? ഡോക്ടർമാരിൽ അതൊക്കെ വിൽക്കാൻ കഴിയുമോ എന്നൊരുപാട് ചിന്തകളുള്ള ആളുകൾ ഉണ്ടാവാം ഈ കൂട്ടത്തില്. നിങ്ങളെപ്പോലെ ഒരുപാട് ഡൗട്ടുകളോടുകൂടെയും ടെൻഷനോടുകൂടെയും തന്നെയാണ് ഞാൻ ഈ ഒരു മേഖലയിൽ വന്നത്. എനിക്ക് ആദ്യമായി പറയാനുള്ളത്, ഒരു 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള എനിക്ക് 6.5 കോടിക്ക് മുകളിൽ ബിസിനസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ മുന്നിൽ ഞാനൊരു പേസ്റ്റ് പോലും വിറ്റിട്ടില്ല. അപ്പൊ ബിസിനസിന്റെ സാധ്യത ഞാൻ പറയുന്നില്ല. മൈ ലൈഫ് ഞാനുമായിട്ട് എന്താണ് എനിക്ക് വന്ന മാറ്റങ്ങൾ, എനിക്ക് എന്തൊക്കെ നേടാൻ പറ്റി, ഇനി ഞാൻ എന്തൊക്കെ നേടാൻ പോകുന്നു, നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ നേടാൻ പറ്റും എന്നതിനെ കുറിച്ച് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ വന്ന വഴി മാത്രമേ പറയുന്നുള്ളൂ. അല്ലാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ ഓരോരുത്തരും പറഞ്ഞു കഴിഞ്ഞു. 6.5 വർഷം മുന്നേ ഞാൻ ഈ ഒരു മേഖല കേട്ട സമയത്ത് വളരെയധികം പ്രതീക്ഷയോടുകൂടി സ്റ്റിച്ചിങ് മേഖലയിൽ നിന്നാണ് ഞാൻ വന്നത്. അതായത് 20 കൊല്ലത്തോളം ടൈലറിംഗ് യൂണിറ്റ് നടത്തി, 5-6 ലേഡീസിനെയും കൊണ്ട് ടൈലറിംഗ് യൂണിറ്റ് നടത്തി ഒരുപാട് പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും തരണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഈ ഒരു അവസരത്തെ കുറിച്ച് പറഞ്ഞ സമയത്ത് വളരെയധികം ആവേശത്തോടു കൂടെയും എനിക്കിതിലൂടെ എന്തായാലും രക്ഷപ്പെടാൻ പറ്റും എന്നൊരു ആവേശത്തോടു കൂടെ ഇറങ്ങി പുറപ്പെട്ടതാണ്. നിങ്ങളിൽ പല ആളുകളോട് പറയുന്ന സമയത്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ക്യാഷില്ല, അതിന് പറ്റുന്ന സാഹചര്യമല്ല, കുറച്ച് കഴിയട്ടെ, നോക്കട്ടെ, ഞാനൊന്ന് പഠിക്കട്ടെ എന്നൊക്കെ കേട്ട് നിങ്ങൾ ഓരോരുത്തരും പോരാറുണ്ട് അല്ലേ? എന്തല്ലേ ഈ ഒരു ഇതുപോലത്തെ സാഹചര്യത്തിലും എന്റെ കയ്യില് 1000 രൂപ പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നിന്നും ജീവിതത്തിൽ രക്ഷപ്പെടണം, എങ്ങനെയെങ്കിലും എല്ലാ സുബഹി നിസ്കാരത്തിന് മുന്നേ തഹജ്ജുദ് നിസ്കരിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ ഈ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, എന്ത് ഹാർഡ് വർക്ക് ചെയ്യാനും ഞാൻ തയ്യാറാണ്, എനിക്കതിന് പറ്റിയൊരു അവസരം തരണേ എന്ന് ഞാൻ പലതവണ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ പല മേഖല ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടും എനിക്ക് അതിനൊന്നും രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഈ ഒരു മേഖല കേട്ട സമയത്ത് എന്തോന്നറിയില്ല, മീറ്റിംഗ് കേട്ട സമയത്ത് പല ആളുകൾ കൈയടിക്കുന്നു, പല ആളുകൾ കൂക്കി വിളിക്കുന്നു, പല ആളുകൾ സ്റ്റേജിൽ കയറുന്നു, പല കാര്യങ്ങളും സംസാരിക്കുന്നു. ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഒന്നും എനിക്ക് മനസ്സിലായി, എന്താണ്, എന്തോ ഇതിന്റെ ഉള്ളിൽ ഒരു സത്യം ഉണ്ട് എന്നുള്ളത് മാത്രം മനസ്സിലായി. ഇതിന്റെ കൂടെ നിൽക്കാൻ തയ്യാറായി. 1000 രൂപ പോലും കയ്യിലില്ലാത്ത സാഹചര്യത്തില് 35,000 രൂപക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞത്, സാറേ 350 രൂപ പോലും എന്റെ കയ്യിലില്ല, പിന്നെ എങ്ങനെ 35,000 രൂപക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞ സമയത്ത് എന്റെ മുന്നിൽ എന്റെ അപ്ലൈൻ ഇരുന്നു. എന്റെ കണ്ണിലേക്ക് മാത്രം നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും തിളങ്ങുന്നതായിട്ട് ദൈവം തമ്പുരാൻ എന്റെ മുന്നിലേക്ക് എത്തിച്ചത് ഒരു ദൂതനെ പോലെയാണ് ഞാൻ കണ്ടത്. ഞാൻ വിചാരിച്ച് 35,000 രൂപയുടെ കയ്യിൽ ആകെ ഉള്ളത് ഒരു വള മാത്രമാണ്.
ആ 1000, 2000, 3000 രൂപക്ക് ഞാൻ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ഒരു മേഖല ഇത്രത്തോളം എത്തിക്കില്ലായിരുന്നു. എന്റെ കഷ്ടപ്പാടിന്റെ ഇടയിലും കയ്യിൽ കിടക്കുന്ന ഒരു വള വെച്ച് 35,000 രൂപക്ക് പ്രൊഡക്റ്റ് വാങ്ങി 7 സൈറ്റ് സ്വന്തം എന്റെ പേരിലെടുത്ത് ജോയിൻ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. എന്റെ ആവശ്യത്തിന് വേണ്ട ഉൽപ്പന്നങ്ങൾ അതിന് ഉപയോഗിച്ചു. ആ ഉപയോഗിച്ച ഉൽപ്പന്നത്തിൽ എന്റെ കാലിന് ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. കാലിന്റെ ബ്ലോക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അതിലൂടെ മാറിക്കിട്ടി. 100% റിസൾട്ടായി. ബിസിനസ്സിന് പ്രൊഡക്റ്റ് വിറ്റാൽ നല്ല ലാഭം കിട്ടി തുടങ്ങി. നല്ല രീതിയിൽ വരുമാനം കിട്ടിയത് 18 ദിവസം കൊണ്ട് 35,000 രൂപയുടെ പ്രൊഡക്റ്റ് വിറ്റു. എനിക്ക് വേണ്ടി കഴിക്കാൻ വാങ്ങി വെച്ച 3 മാസത്തെ പ്രൊഡക്റ്റിൽ നിന്ന് പോലും എടുത്ത് വിൽക്കേണ്ടി വന്നു. വീണ്ടും 35,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങി. 3 മാസത്തോളം 35,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങി വിറ്റതിലൂടെ 62,000 രൂപ വില വരുന്ന ഒരു ഗ്രാൻഡ് എന്താ പറയാ സ്കൂട്ടി, ഗ്രാൻഡ് ആയിട്ട് വണ്ടിന്റെ പേര്, കാറിന്റെ വണ്ടി പേര് പേച്ച് പറഞ്ഞതാണ്. ഒരു വൈറ്റ് സ്കൂട്ടിയാണ് എനിക്ക് ഇതിലൂടെ നേടിയെടുക്കാൻ പറ്റിയത്. 62,000 രൂപയുടെ ഒരു ഹോണ്ട ആക്റ്റീവ ഇതിലൂടെ ഞാൻ ആദ്യം നേടിയെടുത്തു 3 മാസം തികയുന്നതിന്റെ മുന്നേ. എന്റെ സ്വപ്നങ്ങൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലൂടെ ഒരുപാട് സ്വപ്നങ്ങൾ നേടിയെടുക്കണം എന്നുണ്ടായിരുന്നു. ആ നേടിയെടുക്കാൻ ഈ ആവേശത്തോടു കൂടെ ഇറങ്ങി പുറപ്പെട്ട സമയത്ത് ഞാനൊരു സ്കൂട്ടർ വാങ്ങിയതിലൂടെ മാത്രം ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നു. അതായത് നമ്മളുടെ മലബാർ മേഖലയിൽ ഒരു പ്രത്യേകിച്ച് ഒരു ലേഡി, ഒരു വുമൺ എന്തെങ്കിലും ഒരു ബിസിനസ്സോ സംരംഭമോ ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മളുടെ മലബാർ ഏരിയയിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന പ്രശ്നങ്ങൾ, വൈകിട്ട് വീട്ടിൽ വന്ന പ്രശ്നങ്ങൾ, നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പ്രശ്നങ്ങൾ, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ സ്ട്രഗിൾ ചെയ്തു. ബോംബെയിലോ വലിയ വലിയ നഗരത്തിലോ ഒരു ലേഡി ബിസിനസ് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ഒരാളും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കാനുണ്ടാവില്ല. പക്ഷെ മലബാറുകാരിയായ ഞാൻ ഈ ഒരു മേഖല എന്റെ കുട്ടികളെ പോറ്റാൻ വേണ്ടി ഹക്കായ മാർഗത്തിലൂടെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് സ്ട്രഗിളിങ് വന്നു. എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോട് പറയാനുള്ളത്, ഇതുപോലത്തെ സ്ട്രഗിളിങ് നിങ്ങളും നേരിടേണ്ടി വരും. പക്ഷെ ഒരൊറ്റ തീരുമാനം നിങ്ങളുടെ ഉള്ളിൽ വേണം. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ പോലെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ 100% ലക്ഷ്യത്തിലെത്തുന്നത് വരെ പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് വേണം. ഞാൻ ഇതിലൂടെ അനുഭവിച്ച പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സ്കൂട്ടർ വാങ്ങി വീട്ടിലെത്തിയ സമയത്ത് എന്റെ ഫാമിലിയിൽ ആദ്യമായിട്ട് ഒരു ലേഡി സ്കൂട്ടർ വാങ്ങിയത് ഞാൻ മാത്രമാണ് അന്നത്തെ കാലത്ത്. അപ്പൊ അവൾക്ക് സ്കൂട്ടർ വേണം. പല പ്രശ്നങ്ങളായി. തെറ്റായ ഒരു കമ്പനിയാണ്, മണി ചെയിനാണ്, പോലീസ് പിടിക്കും, പല പ്രശ്നങ്ങളും, പോസ്റ്റർ വരും, വ്യാജ വൈദ്യൻ എന്ന പോസ്റ്റർ വരും എന്നൊക്കെ ഒരുപാട് ആളുകൾ എന്റെ സ്വന്തം ഫാമിലിയിൽ നിന്ന് തന്നെ കുറ്റപ്പെടുത്തി. അപ്പൊ ഇത് മണി ചെയിൻ ആണെന്ന് പറഞ്ഞ സമയത്ത് എനിക്കത് മണി ചെയിൻ അല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം എന്നിൽ ഉണ്ടായിരുന്നു. അതിന് ഞാൻ എന്റെ പള്ളിക്കത്തെ ഖത്തീബിനെ വീട്ടിൽ വിളിച്ചിരുത്തി. 5 മൂത്തച്ഛന്മാരാണ് എനിക്കുള്ളത്. 6ാമത്തെ മോനാണ് എന്നെ കല്യാണം കഴിച്ചത്. ഈ 5 മൂത്തച്ഛന്മാർ എന്റെ ആങ്ങളിനെയും വീട്ടിലിരുത്തിയിട്ട് ഹലാലായ മാർഗമാണ് ഇത് എന്ന് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് അവർക്ക് ബോധ്യപ്പെട്ട ഒരു ഖത്തീബിനെ തന്നെ കൊണ്ടുവന്ന് കാര്യങ്ങൾ സംസാരിച്ച സമയത്ത് എന്നോട് ചോദിച്ചു, ഇതിൽ ആളെ കൂട്ടിയാൽ പൈസ കിട്ടുമോ? ആളെ കൂട്ടിയാൽ പൈസ കിട്ടൂല എന്നതിന്റെ കമ്പനിയുടെ സിസ്റ്റം വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. അതിൽ പറഞ്ഞത് തന്നെയാണ്, നമ്മൾ കച്ചവടം ചെയ്തതിന്റെ 12% കമ്പനി നമുക്ക് തരികയാണ് ചെയ്യുന്നത്. ആളെ കൂട്ടിയ ₹1 കമ്പനി തരൂല എന്ന് പറഞ്ഞു. ഇതിന്റെ പ്ലാന് വ്യക്തമായി പറഞ്ഞ സമയത്ത് ഉസ്താദ് പറഞ്ഞു, ഹലാലായ മാർഗാണ്, കച്ചവടം ചെയ്താൽ ലാഭം കിട്ടും. ഖദീജ ബീവി വരെ കച്ചവടം ചെയ്തിട്ടുണ്ട്, എന്തിന് നിങ്ങൾ അവിടെ മുടക്കണം ചോദിച്ചു. ഞാൻ എന്ത് ചെയ്തു? ബിസിനസ് മുന്നോട്ട് പോയി. പക്ഷെ എന്നെ വിട്ടില്ല. രണ്ടാമത് സ്കൂട്ടർ വാങ്ങിയത് തട്ടിപ്പിന്റെ കമ്പനിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാധ്യമത്തിന്റെ ഓഫീസിൽ എന്ത് ചെയ്തു? ഇവര് പരാതി കൊടുത്തു. ഈ കമ്പനിയുടെ പേരിൽ പരാതി കൊടുത്ത സമയത്ത് മാധ്യമത്തിന്റെ ഓഫീസിൽ നിന്ന് അവര് പറഞ്ഞു, ഇത് തെറ്റായ മാർഗത്തിലുള്ള നല്ലൊരു കമ്പനിയാണ്, ഈ കമ്പനിയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും അപവാദങ്ങൾ പരത്തി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഫാമിലി പ്രശ്നം ഉണ്ടെങ്കിൽ തീർക്കാനുള്ളതല്ല മാധ്യമത്തിന്റെ ഓഫീസ്, പറഞ്ഞു. അവിടുന്ന് ഇതിന്റെ പ്രശ്നം തീർന്നു. ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ച സമയത്താണ് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ വീടിന്റെ തൊട്ടടുത്തൊരു വളക്കുഴി ഉണ്ടെങ്കിൽ വരെ നമ്മളെ വീട്ടിൽ വന്ന് അന്വേഷിക്കും. ആര്? ഹെൽത്ത് ഇൻസ്പെക്ടർ അല്ലെ? അവിടെ ക്യാൻസറിനുള്ള മരുന്ന് വെക്കുന്നുണ്ട് എന്നൊരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് എന്റെ ഏതോ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ക്യാൻസറിന് പോലുള്ള പ്രോഡക്റ്റ് ഇതിലുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ എന്റെ ഷോപ്പിൽ വന്ന് പലതവണ 3 ലക്ഷത്തിന് 3ാമത് പ്രൊഡക്റ്റ് ഇറക്കി നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഷോപ്പിൽ വന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ 2 പ്രാവശ്യം വന്ന സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഞാൻ എന്റെ ടീമിന്റെ കൂടെ ഫീൽഡ് വർക്കിന് ഇറങ്ങിയതായിരുന്നു.
ആ സമയത്ത് മൂന്നാമത്തെ തവണ ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നമ്പർ വാങ്ങി വെക്കാൻ പറഞ്ഞു എന്റെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളുകളോട്. അവരോട് ഞാൻ പറഞ്ഞത് ഇത്രയുള്ളൂ, ആ നമ്പർ ഒന്ന് വാങ്ങിയേക്കണം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ വിളിച്ചു, നിന്റെ ഷോപ്പിൽ ഞാനുണ്ട്, നിങ്ങളൊന്ന് വരണം എന്ന് പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ആരാ നിങ്ങൾക്ക് മരുന്ന് വിൽക്കാനുള്ള ലൈസൻസ് തന്നത് എന്ന് ചോദിച്ചു. അതിൽ ഞാൻ പറഞ്ഞു, ആരാ സാറേ മരുന്ന് വിറ്റത്? ഞാൻ മരുന്ന് വിറ്റിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അതിൽ പറഞ്ഞു, പിന്നെ ഇതൊക്കെ എന്താണ് ചോദിച്ചു. നിങ്ങൾ ഇന്ന് ഓരോ ബോട്ടിൽ എടുത്ത് നോക്കൂ പറഞ്ഞു. വെൽനസ് എന്ന് പറഞ്ഞാൽ മരുന്ന്, നമ്മൾ അസുഖം വന്നിട്ട് ചികിത്സിക്കുന്ന രീതി. ഞാൻ വിൽക്കുന്നതൊക്കെ വെൽനസ് ആണ്. ഓരോ ബോട്ടിലും വെൽനസ് എന്ന പ്രോഡക്റ്റിന്റെ നമ്മളെ പ്രൊഡക്റ്റുമുള്ള എംബ്ലം കണ്ട സമയത്ത് അദ്ദേഹം ചോദിച്ചിട്ട് എന്തിനുള്ളതാണ്? അതിലെ പറഞ്ഞു, സാറേ നിങ്ങൾ കൊടുക്കുന്ന പാരസിറ്റാമോളും ആൽബൻഡസെന്റോളും പല രീതിയിലുള്ള പേരുകളുള്ള ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ കഴിച്ചാലുള്ള പാർശ്വഫലങ്ങൾ എന്താന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങളെ കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കുന്നത് അതല്ലേ എന്ന് ചോദിച്ചു. അല്ലാതെ എന്ത് ചെയ്യും ചോദിച്ചു. അതില് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് വ്യക്തമായി പറഞ്ഞു കൊടുത്ത സമയത്ത് നമ്മളുടെ വുമൺ കമ്പാനി എന്ന് പറഞ്ഞ പ്രോഡക്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞ സമയത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഇടവണ്ണ താമസിക്കുന്ന ഉസ്മാൻ സാറായിരുന്നു. അദ്ദേഹത്തിന്റെ വൈഫിന് പീരിയഡ്സിന്റെ സമയത്തുള്ള വേദന, വയറുവേദന ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ പ്രൊഡക്റ്റ് കൊണ്ടുപോയി കൊടുക്കൂ എന്ന് പറഞ്ഞു. ഒരു വുമൺ കമ്പാനിയൻ, ഫീലിംഗ് ആൻഡ് സിറപ്പ്, ബ്ലഡ് പ്യൂരിഫയർ കൊടുത്തുവിട്ട് എന്നെ ബ്ലോക്ക് ചെയ്യാൻ വന്ന വ്യക്തിക്ക് പ്രൊഡക്റ്റ് കിട്ടിയിട്ടാണ് ഞാൻ അദ്ദേഹത്തെ പറയുന്നത്. ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് 1 മാസം അദ്ദേഹം പ്രൊഡക്റ്റ് ഭാര്യക്ക് കൊടുത്ത് 28ാമത്തെ ദിവസം എന്നെ വിളിച്ചു. ഇപ്രാവശ്യം എന്റെ വൈഫിൽ ഒരു പ്രശ്നമല്ല കുട്ടി, ആ പ്രൊഡക്റ്റ് ഫിനിഷ് വേണമെന്നാണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോണ സമയത്ത് ഇച്ചിരി നേരത്തെ വാ, എന്റെ ഷോപ്പിലേക്ക് ഒന്നുകൂടെ വാന്ന് പറഞ്ഞു. ഈ ബിസിനസിന്റെ സാധ്യത പറഞ്ഞു കൊടുത്ത സമയത്ത് 35,000 രൂപ എടുത്ത് നിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തു ഹെൽത്ത് ഇൻസ്പെക്ടർ. ഈ ഹെൽത്ത് ഇൻസ്പെക്ടറിലൂടെ 3 ഹെൽത്ത് ഇൻസ്പെക്ടർമാർ നിന്റെ കൂടെ ഈ വർക്കിലുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, പ്രതിസന്ധി തരണം ചെയ്ത കാര്യം ഞാൻ പറഞ്ഞത്. നിങ്ങളൊക്കെ ആണെങ്കിൽ എന്നോ നിർത്തിപ്പോയിട്ടുണ്ടാവും ഇന്ന് വന്ന ആളുകൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അവിടെ എന്നെ വിട്ടില്ല. മൂന്നാമതായിട്ട് വീണ്ടും എന്റെ ഫാമിലി തന്നെ ഇതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അവര് പറഞ്ഞു, ഇത് പോലീസിനെ അറിയിക്കണം, ഇത് പണ്ട് വന്നീന പല കമ്പനികളെ പോലുള്ള നെറ്റ്വർക്കാണ്, അപ്പൊ ഇത് കൊണ്ടുവന്നാൽ ഓളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രശ്നം ഞമ്മക്കും വരും, ഇത് പൂട്ടിക്കണം എന്ന് പറഞ്ഞു. ഇവർക്ക് ഇന്നെ പിന്തിരിക്കാൻ പറ്റണില്ല. അതിൽ ഞാൻ പോയി, ഞാൻ എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, സ്റ്റേഷനിൽ പോയിട്ട് ഇത് ഞങ്ങൾ പോലീസിനെ അറിയിക്കുന്നതാണ്. എന്നാ പോലെ ഞാൻ ഇന്ന് പോയിട്ട് എപ്പോഴാ വരാൻ പറ്റും ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. വണ്ടൂര് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ അവരോട് ചോദിച്ചു, എന്റെ ഫാമിലിക്ക് ഒരു സിറ്റിങ്ങിന് ഇരിക്കണം, നിങ്ങൾ ഒരു 5 മിനിറ്റ് സമയം അല്ലെങ്കിൽ 15 മിനിറ്റ് സമയം നാളെ തരുമോ ചോദിച്ചു. എപ്പോ വേണം ചോദിച്ചു. ഒരു 5 മണി സമയത്ത് വന്നാൽ പറ്റുമോ ചോദിച്ചു. പറ്റുമെന്ന് പറഞ്ഞു. എന്റെ 5 മൂത്തച്ഛന്മാരി എന്റെ ആങ്ങളെ കൊണ്ടുപോയിട്ട് വണ്ടൂര് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സിറ്റിങ്ങിനിരുന്നു. കാര്യങ്ങൾ സംസാരിച്ചു. എന്നോട് ചോദിച്ചു, തെറ്റായ ഒരു ബിസിനസ് ആണെങ്കിൽ നീ നിർത്തുമോ ചോദിച്ചു. തീർച്ചയായിട്ടും തെറ്റായ ബിസിനസ് ആണെങ്കിൽ അവരേക്കാളും ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കേണ്ടി വരും, ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്ന പറഞ്ഞു. പ്രൊഡക്റ്റ് എടുത്തു, പ്രൊഡക്റ്റ് ബാഗിലുണ്ടായിരുന്നു. അതേപോലെ നമ്മളെ കാറ്റലോഗ് എടുത്തു. ഞാൻ പറഞ്ഞതാ, ആദ്യം ഞാൻ കാര്യം പറയുന്നതിന്റെ മുന്നേ സാർ എന്ത് ചെയ്യണം, ഈ സൈറ്റിൽ ഒന്ന് കയറി നോക്കുക പറഞ്ഞു. നമ്മളുടെ വെബ്സൈറ്റ് നമ്പർ കൊടുത്ത് അതിൽ കയറി നോക്കിയിട്ട് ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ച് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് ഇന്ത്യൻ ഉൽപ്പന്നമാണ്, ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഉൽപ്പന്നമാണ്. ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നം ഇന്ത്യയിൽ വിറ്റഴിഞ്ഞാൽ ഇന്ത്യയുടെ സാമ്പത്തിക മാന്യത ഇല്ലാതെയാവുക. നേരെ മറിച്ച് അമേരിക്കന്റെ ക്ലോസപ്പും കോൾഗേറ്റും ഇവിടെ വിറ്റഴിഞ്ഞാൽ അത് അമേരിക്കക്കും പല രാജ്യങ്ങൾക്കുമാണ് അതുകൊണ്ട് ഗുണമുണ്ടാകുക. ഇത് ഇന്ത്യൻ ഉൽപ്പന്നമാണ്, അവള് വിൽക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വേറെ എവിടെയെങ്കിലും ചെന്ന് പോക്ക, ഈ കുട്ടിയോട് പോകരുത്. നിങ്ങളോട് എന്നോട് പറഞ്ഞു, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ, ഇതാ ഇന്റെ കാർഡ്, ഇന്റെ നമ്പറാണ്. ഈ ബിസിനസ് നിങ്ങൾക്ക് നാട്ടിൽ ചെയ്യാനോ വീട്ടിൽ ചെയ്യാനോ കടയിൽ വെക്കാനോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കാന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, ഈ ഹോളിലിരിക്കുന്ന എല്ലാ ആളുകളും എന്ത് ചെയ്യണ്ട, ഇത് ഉപ്പുണ്ടോ നോക്കണ്ട. ഉപ്പുണ്ടോ നോക്കിയ ലീഡർമാരാണ് നിങ്ങളെ മുന്നിൽ ഇരിക്കുന്നതൊക്കെ. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത് 100% സത്യസന്ധമാണ്, ഹലാലായ മാർഗമാണ്, നേരായ ബിസിനസ്സാണ്. കളവൊന്നും പറയണ്ട. നിങ്ങൾ ചെയ്യാൻ തയ്യാറാണോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിലൂടെ ഒരുപാട് വിജയങ്ങൾ നേടിയെടുക്കാൻ പറ്റും. ഞാൻ ഈ ഒരു മേഖല സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് എന്റെ മനസ്സിനെ ആകർഷിക്കുന്ന രീതിയിൽ, സന്തോഷം തോന്നിക്കുന്ന രീതിയിലുള്ള 2-3 റിസൾട്ടുകളാണ് നിങ്ങളോട് പറയുന്നത്. 27ഓളം ഫാമിലിക്ക്, മക്കൾ ഉണ്ടാകാത്ത ഫാമിലിക്ക് നമ്മളുടെ മൈ ലൈഫിന്റെ ഉൽപ്പന്നത്തിലൂടെ സന്താന ഭാഗ്യം ലഭിച്ചു. ഞാൻ വന്നതിന് ശേഷം എന്റെ ടീമിൽ
മറ്റൊന്ന് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ കരഞ്ഞു പോയൊരു സമയം ഉണ്ടായിട്ടുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് 8 വർഷത്തോളായിട്ട് ഒറ്റയ്ക്ക് ആരോടും പറഞ്ഞാൽ വിശ്വസിക്കൂല. എന്റെ കണ്ണുമുന്നിൽ നടന്ന റിയാലിറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. 8 വർഷമായിട്ട് സ്ട്രോക്ക് വന്ന് കുഴഞ്ഞു കിടക്കുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ സ്ട്രോക്ക് ഉണ്ടായിരുന്നു, 480 ഷുഗർ ഉണ്ടായിരുന്നു, മുട്ട കീപ്പിട്ട് കംപ്ലീറ്റ് മുറിവായിരുന്നു. ഈ ലേഡി 8 വർഷമായിട്ട് ഇട്ട മാക്സിയുടെ സെബ് പോലും സ്വന്തമായിട്ട് ഇടാൻ കഴിയാത്ത ഒരു വ്യക്തിയായിരുന്നു. ഇവർക്ക് നമ്മളുടെ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്ത സമയത്ത് എന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്നോട് പറഞ്ഞത് എത്രയാണ്, ഈ പ്രൊഡക്റ്റ് 100% റിസൾട്ട് അവരിലൂടെ എന്തെങ്കിലും ചെറിയൊരു റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ 100% ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ് 7,800 രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഒരു മാസത്തിന് എഴുതി കൊടുത്തു. ആ ഉൽപ്പന്നങ്ങൾ അവർ ഉപയോഗിച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്തെല്ലാം സംസാരിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് നമ്മളെ സംസാരിക്കുന്ന എന്താണെന്ന് തിരിയില്ലായിരുന്നു. ഇങ്ങനെ 15 ദിവസം കഴിഞ്ഞിട്ട് അവരുണ്ട് വിളിക്കണ്, മേഡത്തിന് അമ്മക്ക് കാണണം എന്ന് പറഞ്ഞു. 55 വയസ്സായ ലേഡിയാണ്. എന്നെ വിളിച്ചു. ഞാൻ അവിടെ ചെന്നു. കണ്ട സമയത്ത് നിങ്ങൾ എങ്ങനെയാ പോകുന്നത് ചോദിച്ചു. ഇതം കേട്ട സമയത്ത് എനിക്ക് എന്റെ കാലിന്റെ തള്ളവരലിൽ നിന്നൊരു ഒരു കയറി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ മുന്നേ 15 ദിവസം മുന്നേ കൊണ്ടുപോയ സമയത്ത് ഞാൻ അവിടെ ചെന്ന് സംസാരിച്ച സമയത്ത് സംസാരിക്കാനോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്താണ് ഈ കാര്യം പറയുന്നത് എനിക്കറിയില്ലായിരുന്നു. എന്തേ നിങ്ങൾ 15 ദിവസം മുന്നേ ഒന്നും മിണ്ടാണ്ടിരുന്നത് ചോദിച്ച സമയത്ത് പറയാണ്, എന്റെ നാവിനൊരു കട്ടിയിരുന്നു. അപ്പൊ നമ്മളെ പ്രോഡക്റ്റിന്റെ റിസൾട്ടിലൂടെ ആ വ്യക്തി 4 മാസം പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിൽ 480 ഷുഗറുള്ള ഷുഗർ പേഷ്യന്റ് ഇന്ന് 120 ഷുഗർ നിൽക്കുന്നത്. 2 നേരം ഇൻസുലിൻ അടിക്കുന്നില്ല. കംപ്ലീറ്റ് മുട്ടാക്കിപ്പെട്ടുള്ള കംപ്ലീറ്റ് മുറിവൊക്കെ മാറി കിട്ടി. ആ വ്യക്തി ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലൂടെ മുറ്റത്തിലൂടെ എണീറ്റ് നടക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമുണ്ട്. നമുക്ക് നമ്മുടെ ദൈവം തമ്പുരാനായിട്ട് പടച്ചവന്റെ കയ്യൊപ്പുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ പ്രോഡക്റ്റ്. നിങ്ങൾ പ്രോഡക്റ്റിൽ 100% വിശ്വസിക്കുക. പ്രോഡക്റ്റിൽ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എനിക്ക് പറയാനുള്ളത്, ഞാനും മൈലൈഫും തമ്മിൽ എത്രത്തോളം കമ്മിറ്റഡ് ആണെന്നുള്ളത്. എന്റെ ഒരു വിരൽ മുറിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്റെ കയ്യിൽ നിന്ന് വരുന്നത് ചോര മൈലൈഫിന്റെ ചോരയായിരിക്കും. പല നെഗറ്റീവുകളും പല പ്രതിസന്ധികളും തരണം ചെയ്തിട്ടും ഇതിനെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു പ്രേരണ ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നും ഈ ഒരു ബിസിനസ് എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെടുന്ന ഈ കഷ്ടപ്പാടിന്റെ അങ്ങേയറ്റം എന്നെ കൊണ്ടുവന്ന വ്യക്തി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് എന്നെ ഈ ഒരു ബിസിനസ്സിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്റെ സ്വപ്നങ്ങൾ ഓരോന്നും മുളക്കാൻ തുടങ്ങിയതും ഈ ഒരു ബിസിനസ്സിലൂടെയാണ്. സക്സസ് ബറി ഗ്ലോബൽ എന്ന സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ഗ്രേറ്റ് ലീഡർ മനോജ് സാറും ലതാ മേഡവും നമ്മളുടെ ഓരോ സ്വപ്നങ്ങളും തൊട്ടുണർത്തി തലോടി നമുക്ക് എത്രത്തോളം സ്വപ്നങ്ങളുണ്ടോ ആ സ്വപ്നങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ടെന്ന് അത് അച്ചീവ് ചെയ്യാനും കൂടെ നമ്മളുടെ കൂടെ നിൽക്കുന്ന ഗ്രേറ്റ് ലീഡറാണ്. നല്ലൊരു കൈയടി കൊടുക്കാം. ഇന്നലെ ഞാനൊരു മീറ്റിംഗ്, എന്റെ ടീമിന്റെ സ്വന്തം ഒരു മീറ്റിംഗ് 400ഓളം ആളുകളെ പങ്കെടുപ്പിച്ച മീറ്റിംഗ് നടത്തിയ സമയത്ത് ഞാൻ മനോജ് സാറിനോട് ഈ വിവരം പറഞ്ഞിട്ടില്ലായിരുന്നു. രാത്രി ഉണ്ട് എനിക്ക് കോള് വന്നിട്ട്, വോയിസ് മെസ്സേജ് വന്നിട്ട്, ആയിഷ ഞാൻ വളരെയധികം അഭിമാനം തോന്നുന്നു, നിങ്ങളുടെ ടീമിൽ എത്രത്തോളം ശക്തി ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു. ഇതാണ് നമ്മളുടെ ഓരോ ലീഡേഴ്സും. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സ്വന്തമായിട്ട് ഇതിലൂടെ നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ നേടുന്നുണ്ട്, ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യുന്നുണ്ട്. മൈക്ക് പിടിച്ച് സംസാരിക്കാൻ പേടിയായിരുന്ന ഞാൻ ഈ ഹോള് വിട്ടു പോകും. ഈ ബിസിനസ്സിൽ എനിക്ക് മൈക്ക് പിടിച്ച് എന്നോട് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റേജിക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യൂല, ഈ ബിസിനസ് ചെയ്യൂല എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകതയാണ്. പിന്നെ നിങ്ങളോട് ഇത് പറയാനുള്ളത്, സൈക്കിൾ ബാലൻസ് പോലും ഇല്ലാതെ സ്വന്തമായിട്ട് കുട്ടികൾക്ക് ഒരു സൈക്കിൾ പോലും വാങ്ങാനോ അതല്ലെങ്കിൽ അത് ഉപയോഗിക്കാനോ കഴിവില്ലാതിരുന്ന സാഹചര്യത്തിൽ നിന്നും സ്വന്തമായിട്ട് സ്കൂട്ടർ നേടിയെടുത്തു എന്ന് മാത്രമല്ല, കോവിഡിന്റെ സമയത്ത് എല്ലാവരും ചക്കയും ചക്കക്കുരും പല രീതിയിലുള്ള പല കമ്മിറ്റികളും പല സാധനങ്ങളും കൊണ്ടുതരുന്നതൊക്കെ കൊണ്ടുതന്ന് വെച്ച് തിന്ന് വീട്ടിലിരുന്ന് പല ചെടിച്ചട്ടികളൊക്കെ മാത്രം ഉണ്ടാക്കി പുറത്തിറങ്ങാതിരുന്ന കാലല്ലേനോ. ആ കാലത്താണ് 8.5 ലക്ഷം രൂപ വരുന്ന ഗ്രാൻഡ് ഐറ്റൻ എന്നൊരു പുതിയ വണ്ടി ഞാൻ ഇതിലൂടെ നേടിയെടുത്തത്. എല്ലാ വിദേശത്ത് ജോലി ചെയ്ത് 10-30 വർഷം കഴിഞ്ഞിട്ടും സ്വന്തം വിദേശത്ത് ജോലിക്ക് പോയി, സ്വന്തം മക്കളിട്ട് പോയി, അതേപോലെ വൈഫിനിട്ട് പോയി, നാട് വിട്ടു പോയി, കല്യാണങ്ങളും കല്യാട്ടും ഒന്നിനും പങ്കെടുക്കാതെ 10-35 വർഷത്തോളം വിദേശത്ത് ജോലി ചെയ്ത് ചെറിയൊരു വണ്ടി വാങ്ങാനോ അതല്ലെങ്കിൽ ഒരു വീട് വെക്കാനോ കഴിയാത്ത എത്ര പ്രവാസികൾ നമ്മുടെ നാട്ടിലുണ്ട്, ഉണ്ടോ അല്ലേ? അവരുടെ 35-40 വർഷമാണ് പോയി കിട്ടിയത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു മേഖലയിൽ വന്നിട്ട് ഏകദേശം 6.5 വർഷമായിട്ടുള്ളൂ.
എന്തായാലും ഞാനൊരു 3 വർഷം കൂടെ ആയുസ്സും ആരോഗ്യം ദൈവം തരാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനിയും ഞാനൊരു 3 വർഷം കൂടെ ഇതില് കഠിനാധ്വാനം ചെയ്യും. കഠിനാധ്വാനം ചെയ്യുന്ന പറഞ്ഞാൽ കുറെ കൈക്കോട്ട് വളർന്നല്ല നിങ്ങളോട് പറഞ്ഞത്. ടീമിന് വേണ്ടിയിട്ട്, എന്റെ വരുമാനത്തിന് വേണ്ടിയിട്ട് ഇനി ഞാൻ പ്രവർത്തിക്കൂല. എന്റെ ടീമിന്റെ വരുമാനത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കും. അതിലൂടെ ഞാനും 100% സക്സസ് ആവും. ഇവിടുന്ന് സാറ് പറഞ്ഞു 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാം താല്പര്യമുള്ള ആളുകൾ അല്ലെ. 2024 തികയുന്ന സമയത്ത് 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന ആളുകൾ പറഞ്ഞു. എന്റെ മനസ്സിൽ 1 ലക്ഷം എന്റെ മൈൻഡിൽ തന്നെ ഇപ്പൊ നിൽക്കുന്നില്ല. എന്റെ ആവശ്യം മാസ വരുമാനം 8,40,000 എന്തെങ്കിലും ഇതിലൂടെ ഞാൻ നേടിയെടുക്കും. നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേടിയെടുക്കാൻ പറ്റും. പക്ഷെ എന്ത് വേണം? എന്തെങ്കിലും ഒന്ന് പ്രൊഡക്റ്റ് കഴിച്ച് ബ്ലഡ് പ്യൂരിഫയർ കഴിച്ച് ചൊറി വന്നു എന്ന് പറഞ്ഞാൽ അപ്പൊ എന്ത് ചെയ്യും? ഞാനില്ല ഈ ബിസിനസ്സിൽ ഒക്കെ തിരിഞ്ഞോടും. ആ വക പരിപാടിക്കൊന്നും നിൽക്കാതെ 100% വിജയിക്കുന്നത് വരെ നിങ്ങളുടെ അപ്ലൈമാരെ കൂടെ നിന്ന് ടീമിനെ കൂട്ടിപ്പിടിക്കാൻ തയ്യാറാണെങ്കിൽ ഇതിൽ ഒരുപാട് നമുക്ക് നേടിയെടുക്കാനുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഈ ഒരു മേഖല സ്റ്റാർട്ട് ചെയ്ത് കാറൊക്കെ വാങ്ങി, പിന്നെ കോവിഡിന്റെ സമയത്തൊക്കെ ചെറിയ പ്രതിസന്ധികളൊക്കെ വന്നു. എന്നാലും ബിസിനസ് നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നു. നമ്മുടെ നാട്ടിലുണ്ട് ഈ വെള്ളം കുടിക്കുന്നതിന്റെ ഒരു കാരണം കൂടെ പറയട്ടെ. നമ്മളുടെ ഈ പ്രൊഡക്റ്റ്, ഈ ബിസിനസ് വളരെയധികം ഫാഷനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതും കൂടെ നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ. എന്റെ കൊല്ലിയിലൂടെ കുരുണ്ടായി. കുരു എന്ന് പറഞ്ഞാൽ ചെറിയൊരു മുഴ ഉണ്ടായി. ആ മുഴ കുറച്ച് ഡേഞ്ചറായ മുഴയായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഞാൻ ഡോക്ടറെ കാണിച്ച സമയത്ത് ഡേഞ്ചറായ പ്രശ്നമുള്ളത് തന്നെയാണ്. ചെറിയ തുടക്കാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഡോക്ടറെ കാണിക്കാനൊന്നും പോണ്ട. നമ്മളുടെ വെൽനസിന്റെ ഡോക്ടറെ സംസാരിച്ച സമയത്ത് 100% നിങ്ങൾക്ക് അസുഖം ഉണ്ട് എന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ പോയി ടെസ്റ്റ് ചെയ്തോളൂ. അതല്ല, നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ കമ്പനിയിലുള്ള പ്രൊഡക്റ്റ് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. ധൈര്യത്തോടു കൂടെ ഞാൻ നമ്മളുടെ കമ്പനിയുടെ 95 ഡയലി ഡിറ്റോക്സ്, അതേപോലെ സ്പൈറലിന, ഇതുപോലെ 5-6 ഐറ്റം പ്രൊഡക്റ്റ് കഴിച്ചു. ഇന്നേക്ക് 3.5 മാസം തികയുന്നുള്ളൂ. എന്നിന്റെ ഈ ഒരു ഭാഗത്തുള്ള മുഴയ്ക്ക് ഒരു പ്രശ്നമല്ലാതെ അത് മാറി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ 100% വിശ്വസിക്കുക. സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ഇത്രയൊന്നും സമയം സംസാരിക്കാൻ പറ്റില്ലായിരുന്നു 3 മാസം മുന്നേ. ഇപ്പൊ എനിക്ക് ആ ഒരു പ്രശ്നം മാറി കിട്ടിയിട്ടുണ്ട്. ശരിക്കും 3-4 മാസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ 100% എന്റെ പ്രശ്നം മാറും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പൊ നിങ്ങളൊന്നും വിചാരിക്കരുത് ഈ വെള്ളം കുടിക്കാനുള്ള കാരണം അതാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു കാര്യം കൂടെ പറയാനുള്ളത്, സ്വന്തമായിട്ട് ഇതിലൂടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ കയറിയ ലേഡീസിനൊക്കെ കണ്ടുല്ലേ. ജെൻസ് ഒരു പക്ഷെ ഒരുപാട് ആളുകളുടെ മുന്നിൽ പോയവരായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ ചെയ്തവരായിരിക്കും, ഒരുപാട് ആളുകളായിട്ട് ഡീൽ ചെയ്തവരായിരിക്കും. ഈ ഒരു മേഖലയിൽ വന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു എക്സ്പീരിയൻസ് പറയുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അത് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാല്, എന്നിൽ വന്നൊരു മാറ്റാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞങ്ങൾ കണ്ണൂര് പോയി പല സ്റ്റേജിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം, കണ്ണൂര് 12 മണിക്ക് വർക്കിന് പോയി, തലേ ദിവസം 3 മണിക്ക് ഇറങ്ങിയതാണ്. രാത്രി 12 മണി വരെ ആകെ വർക്ക് എടുത്ത് ഒരുപാട് ക്ഷീണിച്ച് അവിടെ നിന്ന് മടങ്ങിപ്പോരുന്ന സമയത്ത് എന്റെ കൂടെ എന്റെ ലീഡേഴ്സ്, എന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, നല്ല ഘടാഘടിയന്മാരായ 2-3 ലീഡേഴ്സ് ഉണ്ടായിരുന്നു. 7 പേര് പോയ വാഹനമായിരുന്നു, 7 സീറ്റുള്ള വണ്ടിയായിരുന്നു. അവിടുന്ന് ഞങ്ങൾ മടങ്ങിപ്പോരുന്ന സമയത്ത് വളരെയധികം പാഷനായിട്ടും വളരെയധികം ആവേശത്തോടു കൂടെയും ആ നാട്ടിൽ ഈ ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി കണ്ണൂരുള്ള ആളുകൾ ഉണ്ടാവും. ബിൽഡ് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് അവിടുന്ന് ഞങ്ങൾ പോന്ന് കുറെ ദൂരം താണ്ടി നടന്നു പോന്ന്, നല്ല മഴയത്താണ് പോരുന്നത്. രാത്രി 12 മണിയായി, 12:30 നല്ല മഴ. അവരെന്ത് ചെയ്തു? അവർ 2 പേരും ഈ വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് ഇനി 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോയാ പോരെ മേഡം ചോദിച്ചു. ആ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞത്, നീ ഇപ്പുറത്തേക്ക് ഇരിക്ക്, ബാക്കിന്റെ സീറ്റിലേക്ക് ഇരിക്ക്. ഞാൻ ആ സീറ്റിലേക്ക് കയറി ഇരിക്കാന്ന് പറഞ്ഞു. ആ ഒരു സീറ്റിൽ കയറിയിരുന്ന് ആ സീറ്റ് ബെൽറ്റ് ഇടാനുള്ളത് ചങ്കൂറ്റം കാണിച്ച് അവിടുന്ന് വണ്ടി ഓട്ടി ചെറുമൂട് എന്ന സ്ഥലത്തെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കുക, ഈ ഒരു ബിസിനസ് എല്ലാം ഞാൻ എവിടെയായിരിക്കും? എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, ഈ ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ടോ? അത് നേടിയെടുക്കണം എന്ന ആഗ്രഹമുണ്ടോ? അത് നേടിയെടുക്കാനുള്ള ആവേശം നിങ്ങൾക്കുണ്ടോ? സത്യസന്ധമായി ഇത് കൂടെ നിന്ന് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? ഇത് മാത്രമേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൂ. 100% കൂടെ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരെയും ഇതിൽ ഒരു 4-5 കൊല്ലം ശക്തമായി പ്രവർത്തിച്ചാൽ
ഈ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെ കവച്ചു വെക്കാൻ വേറെ ഒരു വ്യക്തിയും നിങ്ങളുടെ നാട്ടിലുണ്ടാകുക. എല്ലാം കൊണ്ട് പറയപ്പെടുന്ന ഒരു വ്യക്തിയായി നിങ്ങൾക്ക് മാറാൻ പറ്റും എന്ന് 100% വിശ്വസിക്കുന്നു ഞാൻ. നിങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്നുണ്ട് എന്ന് 100% എനിക്ക് ഉറപ്പാണ്. എനിക്ക് പറയാനുള്ളത് ഒന്നുകൂടിയുള്ള ഒരൊറ്റ വാക്കും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. നിങ്ങളുടെ ഒക്കെ അപ്ലൈമാരും മെന്ററുമായിട്ടുള്ള 3-4 ലീഡർമാർ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. എല്ലാരും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ അൽത്താഫ് ജി വളരെയധികം സന്തോഷത്തോടുകൂടെ കേൾക്കുന്ന സമയത്ത് തന്നെ വളരെയധികം എനർജി ഉള്ള ഒരു ഗ്രേറ്റ് ലീഡറാണ്. ഏതൊരാൾക്കും അദ്ദേഹത്തിന്റെ സ്പീച്ച് കേൾക്കുന്ന സമയത്ത് വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. അദ്ദേഹത്തിനും ഈ അവസരത്തിൽ നല്ലൊരു കൈയടി കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഗ്രേറ്റ് ലീഡർ ഷുഹൈബ് സാറ്, അതേപോലെ ഇസ്മായിൽ സാറ്, പേരെടുത്ത് പറയാനുള്ള ഒരുപാട് ലീഡേഴ്സ്, ഇവർക്ക് എല്ലാവരെയും കൂടെ നിന്ന് നിങ്ങളൊന്ന് പ്രവർത്തിച്ചു കൊടുക്കുക. 100% ഇതിലൂടെ സക്സസ് ആവാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിലൂടെ വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിഷ് യു ഓൾ സക്സസ്.